ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ഷാംപൂ മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് സാധാരണ നമ്മൾ ഷാംപൂ ഒക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് കുറച്ച് ദിവസമേ പുറത്തിരിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഇതിന് അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് പുറത്ത് വെച്ചത് സ്റ്റോർ ചെയ്യാം. അതേസമയം 1 വർഷവും 1.5 വർഷവും എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു ഷാംപൂ ആണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. ഇത് നമുക്ക് പുറത്ത് കിട്ടുന്ന ഷാംപൂവിൻ്റെ അതേ സാമ്പിളിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഷാംപൂ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാംപൂ, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഷാംപൂവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ചീവിക്ക, സോപ്പ് കായ, നെല്ലിക്ക, ജടാമാഞ്ചി, രാമച്ചം, റോസ്മേരി, അതുപോലത്തെ പലതരം ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ഷാംപൂവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സകല ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റും എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കയറി നോക്കിയിട്ട് അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം തന്നെ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ബോയിൽ ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരു ചെറുതായിട്ടൊന്ന് തിളച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്ത് വീണ്ടും ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം നല്ല കുറുകിയ അവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വെള്ളം മാറ്റി വയ്ക്കുക. ബാക്കി വരുന്ന വേസ്റ്റാണ് ഇപ്പം നിങ്ങളിവിടെ കാണുന്നത്. ഈ ബാക്കി വരുന്ന വേസ്റ്റ് അതിൻ്റെ സത്ത് ഇപ്പോഴും പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനത് മിക്സിയിൽ കഞ്ഞിരവെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അടിച്ചെടുത്തിട്ട് ഞാനൊരു വലിയ അരിപ്പയിൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഒന്ന് കൈകൊണ്ട് സ്മാഷ് ചെയ്തെടുത്താലും മതി. പക്ഷെ നമുക്ക് ഈ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് നല്ലൊരു കുറുകിയ ഫോമിൽ കിട്ടും. ഇത് നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു മിക്സ്ചറാട്ടോ. കംപ്ലീറ്റ് അതിൻ്റെ സത്ത് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ബാക്കി വരുന്ന അതിൻ്റെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയിരിക്കും, അത് നിങ്ങൾക്ക് കളയാം. അപ്പോൾ നമ്മളിവിടെ ഷാംപൂവിന് ഉപയോഗിക്കുന്നത് ഈ വേവിച്ച് വെച്ച ഈ വെള്ളം, അതും അതിൻ്റെ ഒരു 50%, അതേസമയം ഈ കുറുകി കിട്ടിയ മിക്സ്ചർ, നമ്മൾ അരിച്ചെടുത്ത കുറുകിയ മിക്സ്ചറും 50%. അപ്പോൾ 50-50 ആയിട്ടാണ് ഞാനിവിടെ ഷാംപൂവിന് ഉപയോഗിക്കുന്നത്. 2 വെള്ളവും കണ്ടില്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് നല്ല ലൂസായിട്ടുള്ള വെള്ളം, ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും നമ്മളൊരു 50-50% ആയിട്ടാണ് നമ്മൾ ഷാംപൂവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മിക്സ് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത് ആദ്യം ഞാൻ വേവിച്ച് വെച്ച വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. കംപ്ലീറ്റ് ഇതിൻ്റെ കണക്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കുറുകിയ ആ മിക്സ്ചറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. നമുക്ക് നല്ല തിക്കായിട്ടുള്ള മിക്സ്ചർ കുറച്ച് മതി. നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മുടെ ഈ വെള്ളം പോലെ ഇരിക്കുന്ന, നമ്മൾ വേവിച്ച് വെച്ച ആ വെള്ളം പോലെ ഇരിക്കുന്ന മിക്സ്ചറാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ രണ്ടും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയ നാച്ചുറൽ ഷാംപൂ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലും അതേസമയം പുറത്ത് വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒന്നാണ് ഷാംപൂ ബേസ്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സോപ്പി ട്വിസ്റ്റിൻ്റെ പേളി ഷാംപൂ ബേസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഷാംപൂ ബേസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഷാംപൂ വാങ്ങുന്ന പോലെ ആവില്ലേന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മളുടെ ഈ ഷാംപൂ ബേസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പാരബൻ ആൻഡ് SLS ഫ്രീ ആണ്. വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാംപൂ ആണ്. ഈ ഷാംപൂവിൻ്റെ അകത്ത് തന്നെ പ്രിസർവേറ്റീവ് ഉള്ള കാരണം കൊണ്ടാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഷാംപൂവിൻ്റെ നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞത് യൂസ് ചെയ്ത് നോക്കുക, 1 വീക്ക് യൂസ് ചെയ്ത് നോക്കുക. ഭയങ്കര നിങ്ങൾക്ക് നല്ല ഒരു ബെനിഫിറ്റ്സ് കിട്ടും ഈ ഒരു ഷാംപൂ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഈ ഒരു ഷാംപൂവിനുണ്ടാവും. നിങ്ങൾ സോപ്പി ട്വിസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവരുടെ ഈ ഷാംപൂ ബേസിൻ്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നായിട്ട് അടിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ബാക്കിയുള്ള ഷാംപൂ ബേസിനെക്കാട്ടും ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ് ഈ സോപ്പി ട്വിസ്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ഷാംപൂ ബേസ് എടുത്തിട്ട് ഇത്തിരീശ നമ്മുടെ ഈ നാച്ചുറൽ ഷാംപൂ മിക്സിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് പതിയെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് മിക്സ് ചെയ്യരുത്, കാരണം ഇതിങ്ങനെ പതഞ്ഞ് പൊന്തി വരും. സോ സ്ലോ ബൈ സ്ലോ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഞാൻ
ഞാൻ 7 ടീസ്പൂണോളം ഞാനിവിടെ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഷാമ്പൂവിൽ മോയ്സ്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോജോബ ഓയിൽ 6 ഡ്രോപ്പ്, ആർഗൻ ഓയിൽ 6 ഡ്രോപ്പ്, പിന്നെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ 10 ഡ്രോപ്പ്. ഇതിൻ്റെ കണക്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതൊക്കെ നമ്മൾ ഈ ഓയിൽസൊക്കെ എന്തിനാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഷാമ്പൂ ഉപയോഗിച്ച് നമ്മൾ ഷാമ്പൂ സാധാരണ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി ഫുൾ ഡ്രൈ ആയി പോവുകയല്ല ചെയ്യുക. പക്ഷേ ഈ ഷാമ്പൂ അങ്ങനെയല്ല. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നിങ്ങളുടെ മുടി ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ഈ ഷാമ്പൂവിന് നല്ലൊരു മണം വരാനായിട്ട്, ഇപ്പോൾ ഇതിന് ഒറിജിനലി ഒരു നല്ലൊരു മണം ഉണ്ടാവും, ഈ ആയുർവേദിക് ഹെർബ്സിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടാവും. പക്ഷെ ചിലവർക്ക് ആ മണം അത്രയ്ക്ക് പിടിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇത്തിരി ഫ്രേഗ്രൻസ് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 5 ഡ്രോപ്പോളം ഫ്രേഗ്രൻസ് ഓയിൽ ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് ഒരു ജാസ്മിൻ ഫ്ലേവറാണ്. അപ്പോൾ ഞാനിത് പറയാം. വേദ ഓയിൽസിൻ്റെ ഗാർഡനിയ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ഉണ്ട്, ഒരു ഫ്രേഗ്രൻസ് ഓയിലുണ്ട്. അതാണ് ഞാൻ 5 ഡ്രോപ്പ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്മെല്ലാട്ടോ, നല്ലൊരു ജാസ്മിൻ സ്മെല്ലാണ് ഈ ഒരു കംപ്ലീറ്റ് ഷാമ്പൂവിന് കിട്ടുക. അപ്പോൾ നമ്മൾ ഫ്രേഗ്രൻസ് ഓയിലൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ പതയൊക്കെ നമ്മൾ ഈ കൈയിലോണ്ട് തന്നെ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും ഒന്ന് എടുത്ത് മാറ്റി വേറെ പ്ലേറ്റിലേക്ക് ആക്കുക. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പതഞ്ഞിരിക്കരുത്. അപ്പോൾ പതഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് കേടാവാൻ ചാൻസസ് കൂടുതൽ. അപ്പോൾ നമ്മൾ പതയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എത്രത്തോളം ഇത് ലാദർ ഫോം ആവേണ്ടതെന്ന് കാണിച്ചു തരാം. ഇത് സാധാരണ നമ്മൾ ഷാമ്പൂ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പതഞ്ഞ് പൊന്തി വരില്ല. അപ്പോൾ ഇത് നമ്മൾ ഷാമ്പൂ ബേസൊക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മുടെ നാച്ചുറൽ വീട്ടിലുണ്ടാക്കിയ നാച്ചുറൽ ഷാമ്പൂ ആണിത്. എത്രത്തോളം പതയുണ്ടെന്ന് കണ്ടില്ലേ? ഇത്തിരി എടുത്തുള്ളൂ ഞാൻ കയ്യിൽ, ജസ്റ്റ് ഒരു ടീസ്പൂൺ ഷാമ്പൂ എടുത്തുള്ളൂ കയ്യിൽ, അത്രയും പതഞ്ഞ് പൊന്തി വരുന്നുണ്ട് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കാനായിട്ട് ചെറുതായിട്ടൊരു 5 or 6 ഡ്രോപ്പ് കയ്യിലേക്ക് എടുത്താൽ മതി. ഇത്രയും പതഞ്ഞ് ലാദർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെയധികം നല്ലൊരു ഷാമ്പൂ ആണ്. എല്ലാവിധ ഗുണങ്ങളുള്ളൊരു ഷാമ്പൂ ആണിത്. നമ്മളിത് റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും വളരെയധികം ബെനിഫിഷ്യലാണിത്. ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഷാമ്പൂ, അതാണ് ഈ ഒരു ഷാമ്പൂവിൻ്റെ പ്രത്യേകത. ലോങ് ലാസ്റ്റിംഗ് ആണ്, നമുക്ക് പുറത്ത് വെച്ച് സ്റ്റോർ ചെയ്യാം. 3 മാസം വരെ നിങ്ങൾ എടുത്ത് വെച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പയറി 1 വർഷം ആണെങ്കിൽ പോലും നമ്മളൊരു 3 മാസം കൂടുമ്പോൾ പുതിയത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ നിങ്ങൾക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇത് കേടായി പോകാനൊന്നും പോകുന്നില്ല, 1 വർഷം വരെ ഇരിക്കും. നിങ്ങൾക്കിത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അത്രയും ഉണ്ടാക്കി വെച്ച് ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു ക്യാനിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. കുറേ നാൾ വരെ ഇത് ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നോളും. ഇതിപ്പോൾ ഞാൻ ഷാമ്പൂവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ പതഞ്ഞ് വന്ന ഭാഗമാണ് എടുത്ത് മാറ്റിയിരിക്കുന്നത്. അതൊക്കെ സ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത തിക്ക് മിക്സ്ചറാണ്. ഇതും നമുക്ക് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഷാമ്പൂവിൽ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. 50 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇതിൽ ഗ്ലിസറിനും കുറച്ച് ആർഗൻ ഓയിലൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ടൊരു ഹെയർ പാക്ക് എന്നുള്ള ഫോമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഷാമ്പൂ ഒക്കെ വീട്ടിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുക. വീട്ടിൽ തന്നെ വളരെ ചുരുക്ക എമൗണ്ടിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ക്യാനിലൊക്കെ സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കുക. കംപ്ലീറ്റ് ഇതിൻ്റെ മെഷർമെൻറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.